പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റു പറയും. മത്തായി 10:32. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. മത്തായി 10:39. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും മരിച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനേക്കാൾ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മത്തായി 11:25. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കും. മത്തായി 13:23. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായി 13:43. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. മത്തായി 13:47. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ ഇറങ്ങി. അവരുടെ ഇടയിൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി. മത്തായി 14:14. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണെന്നും പറഞ്ഞു. മത്തായി 14:33. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി.